ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. സുന്നത്ത് അല്ലെങ്കിൽ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സുന്നത്ത് ചെയ്യുന്നത് എന്തിനാണ്, എന്തിനാണ് സുന്നത്ത് ചെയ്യാനുള്ള കാരണം. രണ്ട്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ. മൂന്ന്, സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ. മൂന്ന് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, സുന്നത്ത് ഇപ്പോൾ മതപരമായ കാര്യത്തിലാണ് നമ്മൾ സുന്നത്ത് ചെയ്യാറ്. ഒന്ന്, മുസ്ലിങ്ങളും ജൂതന്മാരൊക്കെ മതപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് സുന്നത്ത് ചെയ്യേണ്ടതാണ്, അങ്ങനെ സുന്നത്ത് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ മെഡിക്കൽ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫൈമോസിസ് എന്ന് പറയും. ഫൈമോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ കുട്ടികളും ജനിക്കുന്നത് അവരുടെ ലിംഗത്തിൻ്റെ അഗ്രം മൂടിയ നിലയിലാണ്. ആ മൂടിയ തൊലി ഒരു 3-3.5 വയസ്സാകുമ്പോൾ പതിയെ പതിയെ അത് പുറകോട്ട് വരണം. അത് സ്കിന്ന് റിട്രാക്റ്റ് ചെയ്യുക എന്ന് പറയും, സ്കിന്ന് പുറകോട്ട് വരുന്ന അവസ്ഥ. അതാണ് അങ്ങനെ സ്കിന്നൊരു 3.5-4 വയസ്സായിട്ടും സ്കിന്ന് പുറകോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്കിന്ന് പുറകോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളും യൂറിനൊക്കെ മൂത്രം ശരിക്കും പോകുന്നുണ്ടാവും, കാരണം അതിനുള്ള ഹോൾ ഉണ്ടാവും. പക്ഷേ ആ മൂത്രത്തിൻ്റെ ഹോളിനെ കവർ ചെയ്ത സ്കിന്നുണ്ടല്ലോ, പ്രിപ്യൂസിൽ ഏറ്റവും അറ്റത്തുള്ള ആ സ്കിന്ന്, ആ തൊലി പുറകോട്ട് വരാത്ത അവസ്ഥ 4 വയസ്സ് കഴിഞ്ഞിട്ടും. അങ്ങനെയുള്ള ആളുകൾ സുന്നത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പല ആളുകളും നമുക്കറിയാം വലുതായിട്ട് അവർക്കത് അറിയുന്നില്ല സുന്നത്ത് ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്, ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് ഒരു 4 വയസ്സുള്ള മുസ്ലിംസ് അല്ലാത്ത ആളുകളും സ്കിന്ന് പുറകോട്ട് വരുന്നുണ്ടോ നോക്കുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ സ്കിന്ന് പുറകോട്ട് വരുന്നില്ലെങ്കിൽ, സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് വേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആ സ്കിന്ന് ടൈറ്റായിട്ട് പുറകോട്ട് വരുന്ന സമയത്ത് സ്കിൻ്റെ അവിടെ ചെറിയ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അറ്റത്തിൽ ലൂസായ സ്കിന്നാണ്. പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചുങ്ങൽ, നമുക്ക് എവിടെ ഒരു മുറി ഉണ്ടായി ഉണങ്ങിയാൽ അവിടെ ഒരു ചുങ്ങൽ വരും. അങ്ങനെ ചുങ്ങണ സമയത്ത് അത് വീണ്ടും ടൈറ്റ് ആവും. അങ്ങനെ സ്കിന്ന് പുറകോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ ഫൈമോസിസ് എന്ന് പറയും. ചില ആളുകൾക്ക് സ്കിന്ന് പുറകോട്ട് വന്നിട്ട് മുൻപോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടാവും, എന്നിട്ട് അവിടെ നീർക്കെട്ടൊക്കെ വരും. അതിന് പാരാഫൈമോസിസ് എന്ന് പറയും. ഇത് 2 മെഡിക്കൽ കണ്ടീഷനാണ്. സുന്നത്ത് ചെയ്യേണ്ട, സർക്കംസിഷൻ ചെയ്യേണ്ട 2 മെഡിക്കൽ കാരണങ്ങളാണിത്. പിന്നെ നമുക്കറിയാം ചില ആളുകൾക്ക് സ്കിന്നിൻ്റെ അവിടെ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, അതായത് സ്കിന്ന് പുറകോട്ടാക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ബലനൈറ്റിസ്, അവിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ സുന്നത്ത് ചെയ്യേണ്ടി വരാറുണ്ട്. കൂടുതലായിട്ട് പ്രമേഹ രോഗമുള്ള ആളുകളിൽ അടിക്കടി ഇൻഫെക്ഷൻ വരും. ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ അറ്റത്തുള്ള സ്കിന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ അങ്ങനെയുള്ള പ്രമേഹ രോഗികൾക്കും സുന്നത്ത് വലിയ പ്രായത്തിലുള്ള ആളുകൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സുന്നത്ത് ചെയ്യാനുള്ള കാരണങ്ങൾ. സുന്നത്ത് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്, ചെറിയ പ്രായത്തിൽ സുന്നത്ത് ചെയ്താൽ ഈ പെനിസിൻ്റെ ക്യാൻസർ, അവിടെ വരുന്ന ക്യാൻസറുകൾ തടയുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ പങ്കാളികൾക്കും ക്യാൻസർ തടയുന്ന പഠനങ്ങൾ, സെർവൈക്കൽ ക്യാൻസർ തടയുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് സുന്നത്തിൻ്റെ കാര്യങ്ങൾ. നമുക്കറിയാം സ്കിന്നിൻ്റെ ഉള്ളിൽ ഒരു പൂപ്പൽ പോലത്തെ ഒരു കാര്യം ഉണ്ടാവും, സ്മെഗ്മ. അപ്പോൾ സ്കിന്ന് പുറകോട്ട് പോയിട്ടില്ലേ അതും മൂത്രമൊക്കെ കൂടിയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് സുന്നത്തിൻ്റെ പ്രൊസീജിയർ ആളുകളൊക്കെ വിചാരിക്കും പോലെ വലിയ പ്രൊസീജിയറൊന്നുമല്ല, വളരെ ചെറിയ പ്രൊസീജിയറാണ്. ആദ്യം നമ്മളൊരു ലോക്കൽ അനസ്തീഷ്യ, അവിടെ ചെറിയൊരു ലിഗ്നോക്കൈൻ കൊടുത്തൊന്ന് തരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഷുഗറൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ 27ൻ്റെ നീഡിൽ എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്ന നീഡിൽ ഇത്ര വലിപ്പം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ ഈ സുന്നത്തിന് തരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഏറ്റവും കുഞ്ഞു നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് പെനിസിന് ചുറ്റും, പെനിസിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് അനസ്തീഷ്യ കൊടുക്കുക, ചെറുങ്ങനെ തരിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഒരു 30 സെക്കൻഡൊക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ 1 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് തരിപ്പിക്കുക. അത് കഴിഞ്ഞൊരു 3-4 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് മാക്സിമം നമുക്ക് സുന്നത്ത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായ പ്രൊസീജിയറാണ്. കുട്ടികളൊന്നും സാധാരണ രീതിയിൽ കരയാറില്ല. ഇനി ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല പ്രായം 1 വയസ്സിന് താഴെയാണ്. അതിൽ ഞാൻ പറയാം, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം, ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഒന്നുകിൽ 4 മാസത്തിന് താഴെയുള്ള പ്രായമാണ്. ഈ 4 മാസത്തിന് താഴെയുള്ള പ്രായം ഞാൻ പറയാനുള്ള കാരണം, പൊതുവേ ആ സമയത്തുള്ള കുട്ടികൾക്ക് അപരിചിതരെ അങ്ങനെ തിരിച്ചറിയൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഭയവും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല, കാര്യമായ വേദന ഉണ്ടാവില്ല. ആ പ്രായത്തിൽ വേദന അനസ്തേഷ്യ കൊടുത്താൽ എല്ലാ വലിയ ആൾക്കും കുട്ടികൾക്കൊക്കെ ഒരേ വേദനയാണ്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു വേദന സുന്നത്തിയും അധികം ഉണ്ടാവാറില്ല, കൂടുതലും ഭയമാണ് ഉണ്ടാവാറ്. ഈ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അധികം ഭയം അനുഭവപ്പെടാറില്ല. ചെറിയ പ്രായമായതുകൊണ്ട് മുറി ഉണങ്ങുന്നതും വളരെ എളുപ്പത്തിൽ നടക്കാറുണ്ട്. അതാണ് ഒരു ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, മെച്ചെന്ന് പറയുന്നത്. ഒരു 5 മാസമൊക്കെ കഴിയുന്നതോടുകൂടി കുട്ടികൾ ആളുകളെ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഇപ്പോൾ 5 മാസമുള്ള കുട്ടീനെ നമ്മൾ പിടിച്ച് കടത്തുമ്പോൾ കാലും കൈയൊക്കെ പിടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അസ്വസ്ഥമാവും. അപ്പോൾ കുട്ടികൾ കരയാനുള്ള സാധ്യതയാണ്. അത് വേദന കൊണ്ടല്ല. സാധാരണ ഒരു 5-6 മാസത്തിന് മുകളിലുള്ള കുട്ടികളും 2-3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ, കാരണം അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അവർ നമ്മൾ കൈയും കാലും പിടിക്കുമ്പോൾ അവർ കരയാൻ സാധ്യതയുണ്ട്, അത് വേദന കൊണ്ടല്ല. പിന്നെ 4-4.5 വയസ്സിന് മുകളിലോട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളും സാധാരണ രീതിയിൽ കരയാറില്ല. അപ്പോൾ ഇതാണ് കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കരയുന്നത് വേദന കൊണ്ടല്ല, അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് കരയുന്നത്. അങ്ങനെ നമ്മൾ തരിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ തൊലി പുറകോട്ടാക്കി അതിൻ്റെ ഉള്ളിലുള്ള ആ സ്മെഗ്മ, ഒരു വെള്ള സാധനം ഉണ്ടാവും, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന സാധനം, അതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വിടും. ക്ലീൻ ചെയ്ത് വിട്ടതിന് ശേഷം അഗ്രചർമ്മം മാത്രം കട്ട് ചെയ്യാണ്. നമ്മൾ പെനിസിനോ അതിൻ്റെ ഗ്ലാൻസ് എന്ന് പറയില്ല, അറ്റത്തുള്ള ഭാഗത്തിനൊന്നും സംഭവിക്കുന്നില്ല.
തൊലി മാത്രം കട്ട് ചെയ്ത് കളയുന്നതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. സാധാരണ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 5 മുതൽ 7 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങും. വലിയ കുട്ടികൾക്കാണെങ്കിൽ ഉണങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവാറുണ്ട്. ഇനി ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങളാണ്. സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അത് ഉണങ്ങാൻ എടുക്കുന്ന സമയം സാധാരണ ഒരു 6-7 ദിവസം മുതൽ 10 ദിവസം വരെ, കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഒരു 10-15 ദിവസം നമ്മൾ കണക്കാക്കണം. ഒന്നതാണ്. 2, പലരും പല നിർദ്ദേശങ്ങളാണ് കൊടുക്കുക. പക്ഷേ കോമൺ ആയിട്ട് പറയുമ്പം പൊതുവേ നല്ല വീക്കം ഉണ്ടാവാറുണ്ട്. സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഭാഗത്ത് ചെറിയൊരു ഉറുമ്പ് കടിച്ചാൽ തന്നെ നല്ല വീക്കായിരിക്കും. കാരണം അങ്ങനത്തെ സ്കിന്നും അങ്ങനത്തെ ഭാഗമാണ് അവിടെ. അതുകൊണ്ട് തന്നെ നല്ല വീക്കം ഉണ്ടാവും. അത് നോർമലാണ്, സാധാരണയാണ്, അതൊന്നും പേടിക്കേണ്ടതല്ല. പിന്നെ രണ്ടാമത് നല്ല കറുത്ത പൊറ്റം എന്ന് പറയും. കറുത്ത രീതിയിൽ പൊറ്റമൊക്കെ വന്നിട്ട് ഉണ്ടാവുക. നമ്മൾ എത്രത്തോളം നനയ്ക്കുന്നു അത്രയും അങ്ങനെ പൊറ്റം വരാറില്ല. നനയ്ക്കാത്ത ആളുകളിലാണ് കൂടുതൽ പൊറ്റം വരിക. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് വീക്കം ഉണ്ടാവും, പൊറ്റ ഉണ്ടാവും. ഈ പൊറ്റമൊക്കെ ഇങ്ങനെ അള്ളിൽ ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ചിലപ്പോൾ അതൊക്കെ നീങ്ങുമ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലഡുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊക്കെ സാധാരണയാണ്. ചെറിയ ചെറിയ പൊടി ബ്ലഡുകളൊക്കെ വരുന്നത് സാധാരണയാണ്. ആക്റ്റീവ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫോഴ്സിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്ന രക്തമാണ്. അതൊക്കെ വളരെ വളരെ റയറാണ്. ഇപ്പം അങ്ങനെ സംഭവിക്കൽ വളരെ കുറവാണ്. ചെറിയ രീതിയിലുള്ള രക്തമൊക്കെ പൊടിയുന്നത് സാധാരണയാണ്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പൊറ്റവും ഒരു വീക്കവും ഇതൊക്കെ വന്ന് പിന്നെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ആ പൊറ്റമൊക്കെ കളയുന്നതോടുകൂടിയാണ് അത് നോർമൽ വൃത്തിയിലായിട്ട് വരിക. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കാര്യമായ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല. ചെറിയ പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പെനൈൽ ക്യാൻസർ തടയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സുന്നത്ത് കഴിഞ്ഞാൽ സെൻസേഷൻ കുറയുന്നൊക്കെയാണ് ചില വാദങ്ങളുള്ളത്. പക്ഷേ ഇതൊന്നും കൺക്ലൂസീവായിട്ട് ആദ്യകാലത്തൊക്കെ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള പഠനങ്ങളൊന്നും തന്നെ അതിന് ബലം നൽകുന്ന രീതിയിലുള്ള പഠനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇത്രയും കാര്യമാണ് സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. താങ്ക് യു.